Hi friends, welcome to IIT'ians Genius live classes. Chemical reactions and equations എന്ന കെമിസ്ട്രി ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ട് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണൊരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുക എന്നാണ് നമ്മളിന്ന് കണ്ടെത്താൻ പോകുന്നത്. എല്ലാവരുടെയും കയ്യിലൊരു പേനയും പേപ്പറും വേണം. ഇവിടെ എഴുതുന്ന ഇക്വേഷൻസ് നിങ്ങൾ എഴുതിയെടുക്കണം. നിങ്ങൾക്ക് തന്നെ സ്വയം ബാലൻസ് ചെയ്യാൻ പറ്റുന്ന പല ഇക്വേഷൻസ് അതിനകത്തുണ്ടാവും. അങ്ങനെ നിങ്ങൾ സ്വയം ഒന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, തുടങ്ങാം. In the last class we studied what is a chemical reaction, what are the features of a chemical reaction, and what are the notable observation in a chemical reactions. Okay, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് how to balance a chemical equation. ഇതാണ് നമുക്ക് എങ്ങനെയാണ് ഒരു കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ പറ്റുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതിൽ ഈ ചാപ്റ്ററിൽ മാത്രമല്ല, ത്രൂ ഔട്ട് എല്ലാ ചാപ്റ്റേഴ്സിലും നമുക്ക് എങ്ങനെ ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാം എന്നറിഞ്ഞിരിക്കൽ നിർബന്ധം. വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. സ്റ്റേറ്റ് സിലബസിലുള്ള ആളുകളൊക്കെ നേരത്തെ ഇത് വളരെ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അവർ ചെയ്യേണ്ട ഒരു കാര്യം, കൂടുതൽ ഇതിലുള്ള എക്സാമ്പിൾസ് വളരെ പെട്ടെന്ന് ചെയ്യുകയും അത് ചാറ്റ് ബോക്സിൽ കമൻ്റാക്കി നൽകുകയും ചെയ്യണം പെട്ടെന്ന്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻസ്. നിങ്ങളുടെ കയ്യിലൊരു പേനയും പേപ്പറും വേണം. ഇവിടെ എഴുതുന്ന കെമിക്കൽ ഇക്വേഷൻസ് നിങ്ങൾ എഴുതിയെടുക്കണം, ബാലൻസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ നൽകണം. ഓക്കെ, ഒരു കെമിക്കൽ ഇക്വേഷൻ എഴുതുമ്പോൾ പ്രധാനമായും നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടെർമിനോളജീസ് ആദ്യം പരിചയപ്പെടാം. എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്, ജസ്റ്റ് നമ്മൾ റിമൈൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കുറച്ച് ടേംസ്, ഇപ്പോൾ റിയാക്റ്റൻസ്, പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ ഞാനൊരു ജനറൽ ഇക്വേഷൻ എഴുതാം. ഇപ്പോൾ എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി. എയും ബിയും തമ്മിൽ റിയാക്ട് ചെയ്ത് സിയും ഡിയും ഉണ്ടാകുന്നു. ഇതിൽ റിയാക്റ്റൻസ് ആരൊക്കെയാണ്? എയും ബിയുമാണ് റിയാക്റ്റൻസ്. എ ഒരു റിയാക്റ്റൻ്റാണ്, ബി മറ്റൊരു റിയാക്റ്റൻ്റാണ്. ഓക്കെ, പിന്നെ സിയും ഡിയും ആണ്. സി ഒരു പ്രൊഡക്റ്റാണ്, ഡിയും ഒരു പ്രൊഡക്റ്റാണ് അല്ലേ. സി ആൻഡ് ഡി ആർ പ്രൊഡക്ട്സ്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇനി ഫിസിക്കൽ സ്റ്റേറ്റിലേക്ക് വരാം. ഫിസിക്കൽ സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് സോളിഡ് സ്റ്റേറ്റാണ് അല്ലേ. സോളിഡ് എന്താ സോളിഡ് നമുക്കറിയാലോ അല്ലേ. ഖരാവസ്ഥയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പൗണ്ടുകൾ, അതിന് നമ്മൾ ഇപ്പോൾ എ എന്നുള്ളത് ഒരു സോളിഡാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നല്ലോ, താഴെ സോളിഡ് എന്നതിന് എസ് എന്ന് എഴുതി കൊടുക്കും, സോളിഡ്. ഓക്കെ, മറ്റൊന്ന് ലിക്വിഡാണ്, ലിക്വിഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ദ്രാവകാവസ്ഥയാണ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബി ഒരു ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എൽ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ സി ഒരു ഗ്യാസാണെന്ന് വിചാരിച്ചോളൂ. മറ്റൊരു സ്റ്റേറ്റ് ഗ്യാസാണ് അല്ലേ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതാണ് പൊതുവെ ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഇതിൽ കടന്നു വരുന്ന മറ്റൊരു സ്റ്റേറ്റ് അക്വസ് സ്റ്റേറ്റ് ആണ്. അക്വസ് സ്റ്റേറ്റ് നമ്മൾ എ ക്യു എന്ന് എഴുതും. അക്വസ് സ്റ്റേറ്റ് എങ്ങനെ സംഭവിക്കാൻ നോക്കാം. ഇപ്പം നമ്മുടെ കയ്യിലൊരു സോളിഡ് സബ്സ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് NaCl സോൾഡ് ആണല്ലോ. നമ്മളൊരു വാച്ച് ഗ്ലാസ്സിൽ നമ്മൾ NaCl വിചാരിച്ചോളൂ. ദിസ് ഈസ് NaCl. ആ NaCl അതേപോലെ സോൾഡ് ഫോമിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ പറയും NaClൻ്റെ ബ്രാക്കറ്റ് നമുക്ക് സോളിഡ് എന്ന് എഴുതിയാൽ മതി. എന്നാൽ ഈ NaCl സോഡിയം ക്ലോറൈഡ് നമ്മളൊരു ബീക്കറിൽ കുറച്ച് വാട്ടർ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് ആഡ് ചെയ്യുന്നു, ഡിസോൾവ് ചെയ്യിക്കുന്നു. ഈ NaCl തന്നെ സോൾഡ് NaClനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സോഡിയം ക്ലോറൈഡിനെ നമ്മൾ ഡിസോൾവ് ചെയ്യുന്നു. അപ്പോൾ ഡിസോൾഡ് ഇൻ വാട്ടർ എന്ന സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് ആകുമ്പോൾ നമ്മൾ NaCl ഒരു ബ്രാക്കറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നോ അക്വസ് എന്ന് എഴുതും. മീഡിയം ഇവിടെ വാട്ടർ ആയതുകൊണ്ട് നമ്മൾ അക്വസ് എന്ന് എഴുതാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞു, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് അക്വസ്. ഇത്രയും സ്റ്റേറ്റുകൾ ഫിസിക്കൽ സ്റ്റേറ്റായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ മറ്റൊന്നുള്ളത് റിയാക്ഷൻ കണ്ടീഷനാണ്. റിയാക്ഷൻ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പല ടൈപ്പിൽ, നമുക്ക് പല റിയാക്ഷൻ കണ്ടീഷനിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ടെമ്പറേച്ചർ റിയാക്ഷൻ കണ്ടീഷൻ, ടെമ്പറേച്ചർ, പ്രഷർ,
കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്, ഉൽപ്രേരകം എന്ന് പറയും കാറ്റലിസ്റ്റിനെ. ഇതൊക്കെ റിയാക്ഷൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ കണ്ടീഷൻസ്. ഇപ്പോൾ ടെമ്പറേച്ചർ, ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന റിയാക്ഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മിച്ച് വെച്ചാൽ മതി, നിങ്ങൾക്ക് പഠിക്കൊന്നും വേണമെന്നില്ല. ഇപ്പോൾ ആൽക്കഹോൾ അല്ലേ, ഓർഗാനിക് കെമിസ്ട്രിയിൽ ആൽക്കഹോൾ അറിയാലോ. ആൽക്കഹോളിനെ നമുക്ക് ഡീഹൈഡ്രേഷൻ എന്നുള്ള വാട്ടർ എലിമിനേറ്റ് ചെയ്തുള്ള പ്രോസസ്സാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ. ഡീഹൈഡ്രേഷൻ നടത്തിയാൽ ഇപ്പോൾ 130 ഡിഗ്രി സെൽഷ്യസിലാണ് നിങ്ങൾ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് ഈതർ ആസ് പ്രൊഡക്റ്റ്. പക്ഷെ നിങ്ങൾ 150 ഡിഗ്രി സെൽഷ്യസിലാണ്, ഒരു 20 ഡിഗ്രി സെൽഷ്യസ് നിങ്ങൾ ഇൻക്രീസ് ചെയ്തിട്ടാണ് 150 ഡിഗ്രി സെൽഷ്യസിലാണ് നിങ്ങൾ ഡീഹൈഡ്രേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരിക്കലും ഈതർ ആയിരിക്കില്ല, പകരം ആൽക്കീൻ ആയിരിക്കും. ആൽക്കീൻ. അപ്പോൾ ആൽക്കഹോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈതർ ഉണ്ടാക്കാൻ പറ്റും, ആൽക്കീൻ ഉണ്ടാക്കാൻ പറ്റും. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലാണ്. അപ്പോൾ ടെമ്പറേച്ചർ ചില സമയത്ത് ആരോ മാർക്കിന് മുകളിൽ ടെമ്പറേച്ചർ കാണിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ്, ചിലപ്പോൾ മിക്കവാറും കാണിക്കാം കെൽവിനിലായിരിക്കും. ഓക്കെ, അപ്പോൾ എത്ര കെൽവിൻ എന്ന് പറഞ്ഞാൽ മതിയോ. ഇതൊരു കണ്ടീഷനാണ്, റൈറ്റ്. മറ്റൊരു കണ്ടീഷൻ പ്രഷറാണ്. പ്രഷറും ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രഷർ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രഷറിൽ ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചില റിയാക്ഷൻസ് നടക്കുന്നത് 300 ATM പ്രഷർ. ATM എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലേ, പ്രഷറിൻ്റെ യൂണിറ്റാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാണ് പറയാം. അപ്പോൾ അല്ലെങ്കിൽ 400 ATM എന്നൊക്കെ പറയും. ഓക്കെ, ഇങ്ങനെയുള്ള പ്രഷർ എത്ര പ്രഷറിലാണ് എന്ന് സ്പെസിഫിക് ആയിട്ട് ചില പ്രഷറിൽ നടക്കുന്ന റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ആരോ മാർക്കിന് മുകളിലോ താഴെയോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും? പ്രഷർ എത്രയാണെന്ന് മെൻഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ കണ്ടീഷനാണ്. മറ്റൊന്ന് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് ആണ്. ഓക്കെ, കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, മലയാളത്തിൽ ഉൽപ്രേരകം എന്നാണ് പറയുക. കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ റിയാക്ഷനെ എൻഹാൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകളാണ്. ഓക്കെ, അത് റിയാക്ഷനിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യില്ല, പുറത്തേക്ക് മറ്റൊരു പ്രൊഡക്റ്റായിട്ട് പുറത്തേക്ക് വരില്ല. അതെങ്ങനെയാണോ പങ്കെടുത്തത് അതുപോലെ തന്നെ അത് റീഗെയിൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ട് അങ്ങനെയുള്ളതിനാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുക. അപ്പോൾ റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് നമ്മൾ പറയുക കാറ്റലിസ്റ്റ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാറ്റലിസ്റ്റ് നിങ്ങൾക്ക് അറിയുണ്ടാകും. നിങ്ങൾക്ക് അറിയുന്ന കാറ്റലിസ്റ്റ് പെട്ടെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റായിട്ട് പറയൂ. നിങ്ങൾക്ക് അറിയുന്ന ഏതെല്ലാം ടൈപ്പ് കാറ്റലിസ്റ്റ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഞാനിവിടെ ഒരു കാറ്റലിസ്റ്റ് ഞാൻ പറയാം. ഇപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ. ഓക്കെ, H2O2 ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. H2O വാട്ടറാണ്. H2O2 ഒരു ഓക്സിജൻ കൂടിയാൽ അതിന് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നാണ് പറയുക. ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസസ് ടു H2O ആൻഡ് ഓക്സിജൻ. വാട്ടറും ഓക്സിജനായിട്ട് മാറും. ഓക്കെ, ഞാനിത് ജസ്റ്റ് ഇപ്പോൾ 2H2O2. ഓക്കെ, കറക്റ്റ്. ഓക്കെ, ഇപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ മാംഗനീസ് ഡയോക്സൈഡ് ക്യാൻ ആക്ട് ആസ് എ കാറ്റലിസ്റ്റ്. മാംഗനീസ് ഡയോക്സൈഡ് ഇല്ലാതെയും മാംഗനീസ് ഡയോക്സൈഡിൻ്റെ പ്രസൻസിലും നടക്കുന്ന റിയാക്ഷനിലെ റേറ്റും അതിൻ്റെ ഈൽഡൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. കൂടുതൽ പെട്ടെന്ന് വേഗതയിൽ നടക്കുന്നത് മാംഗനീസ് ഡയോക്സൈഡിൻ്റെ പ്രസൻസിലാണ്. അങ്ങനെയുള്ള ഈ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് കാറ്റലിസ്റ്റുകൾ. അപ്പോൾ കാറ്റലിസ്റ്റ് ചില സമയത്ത് കാറ്റലിസ്റ്റ് പ്രത്യേകം മെൻഷൻ ചെയ്യും. ഓക്കെ, എല്ലാ റിയാക്ഷനിലും ടെമ്പറേച്ചറും പ്രഷറും കാറ്റലിസ്റ്റ് ഒന്നും മെൻഷൻ ചെയ്യണമെന്നില്ല. പ്രത്യേകമായി ചില റിയാക്ഷനിൽ അതുണ്ടായാലേ നടക്കുകയുള്ളൂ. അങ്ങനത്തെ ചില കേസുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ചില കേസിൽ മാത്രമേ കാറ്റലിസ്റ്റും മറ്റുമൊക്കെ മെൻഷൻ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് റിയാക്റ്റൻസ് എന്താണെന്ന് മനസ്സിലായി, പ്രൊഡക്ട്സ് എന്താണെന്ന് മനസ്സിലായി. ചില സമയത്ത് നമ്മൾ ഫിസിക്കൽ സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ പറയും. റിയാക്ഷൻ കണ്ടീഷൻ ചില സമയത്ത് നമ്മൾ നൽകും. റൈറ്റ്, ഇതാണ് നമ്മൾ ഈ ടേംസിനെ ഒക്കെ നമുക്ക് നന്നായി അറിയെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് ഈ കെമിക്കൽ ഇക്വേഷൻസിലേക്ക് അതെങ്ങനെ ബാലൻസ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വരാം. റൈറ്റ്, ലെറ്റ്സ് ഡു സം എക്സാമ്പിൾസ്. നമുക്ക് കുറച്ച് എക്സാമ്പിളിലൂടെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യാമെന്ന് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടൊരു എക്സാമ്പിളാണ് ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീവ്സ് മെഗ്നീഷ്യം ഓക്സൈഡ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഇത് ഒന്ന് പറഞ്ഞു തുടങ്ങാം. മെഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുന്ന പോലെ മെഗ്നീഷ്യം Mg അല്ലേ, പ്ലസ് ഓക്സിജൻ O2 എന്ന് എഴുതാൻ പാടുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഫോംസ് MgO. മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ MgO ആണ്. എങ്ങനെ Mg, എന്തുകൊണ്ടാണ് MgO2 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റില്ല.
Mg2O എന്ന് എഴുതാൻ പറ്റുമോ? പറ്റില്ല. എങ്ങനെ MgO എന്ന് കിട്ടുന്നത് എന്താണ്? അത് കിട്ടാനുള്ള കാരണം മെഗ്നീഷ്യത്തിൻ്റെ വാലൻസി 2 ആണ് അല്ലേ? സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻ്റ് അല്ലേ മെഗ്നീഷ്യം? അതെ. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ വാലൻസി 2 ആണ്. ഫസ്റ്റ് ഗ്രൂപ്പ് ഇപ്പോൾ സോഡിയം പൊട്ടാസ്യം പോലുള്ള ഫസ്റ്റ് ഗ്രൂപ്പ് പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ വാലൻസി 1 ആണ്. ഓക്കെ, ഈ വാലൻസിയുടെ ഉദ്ദേശം എന്താണ്? വാലൻസി പറഞ്ഞാൽ എത്ര അതർ ആറ്റം അല്ലെങ്കിൽ എത്ര അതർ ഗ്രൂപ്പുമായി ബൈൻഡിങ് ബോണ്ടിൽ വരാൻ പറ്റും, അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നതിൻ്റെ ഒരു എണ്ണമാണ് ആക്ച്വലി വാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ വാലൻസി 2 ആണ്. ഓക്സിജൻ്റെ വാലൻസ് എത്രയാണ്? ഓക്സിജൻ്റെ വാലൻസി 2 ആണ്. ഹാലോജൻസിൻ്റെ വാലൻസ് എത്രയാണ്? 1 ആണ്. ഓക്കെ, ഇപ്പോൾ ക്ലോറിൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ പോലെയുള്ള ഹാലോജൻസ് 1 ആണ് വാലൻസി. ഓക്സിജൻ 2 ആണ് വാലൻസി. തേർഡ് ഗ്രൂപ്പ് എലമെൻറ്റിൻ്റെ വാലൻസ് എത്രയാണ്? 3 ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ശരിക്കും എഴുതേണ്ടത് MgO എന്നാണല്ലോ. മെഗ്നീഷ്യത്തിൻ്റെ വാലൻസി ആയിട്ടുള്ള 2 ഓക്സിജന് താഴെയും ഓക്സിജൻ്റെ വാലൻസി ആയിട്ടുള്ള 2 മെഗ്നീഷ്യത്തിന് താഴെയും കൊടുക്കണം. അങ്ങനെ കോമ്പൗണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ Mg2O2 എന്ന്, അപ്പോൾ രണ്ടും സെയിം ആണ്. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ MgO എന്ന് മതി. അങ്ങനെയാണ് MgO കിട്ടുന്നത്. ഇപ്പോൾ മെഗ്നീഷ്യം ക്ലോറൈഡ് ആണെങ്കിലോ, മെഗ്നീഷ്യം ക്ലോറൈഡ് എങ്ങനെ എഴുതാം? MgCl എന്നെഴുതിയാൽ മതിയോ? മെഗ്നീഷ്യത്തിൻ്റെ വാലൻസി എത്രയാണ് പറഞ്ഞു? 2. അതെവിടെ എഴുതേണ്ടത്? ക്ലോറിന് താഴെ. അപ്പോൾ MgCl2 എന്ന് പറയും. ക്ലോറിൻ്റെ വാലൻസി എത്രയാണ്? 1. അതെവിടെ എഴുതേണ്ടത്? മെഗ്നീഷ്യത്തിന് താഴെ. അപ്പോൾ എന്ത് ചെയ്യാം? Mg1Cl2 എന്ന് എഴുതാം. അത് വേണമെന്നുണ്ടോ? വേണ്ട. Mg1Cl2ന് പകരം MgCl2 എന്ന് എഴുതിയാൽ മെഗ്നീഷ്യം ക്ലോറൈഡായി. ക്ലോറിൻ ഹലോജനാണ്. ഹലോജൻ്റെ വാലൻസി അത് ഫ്ലൂറിൻ ആണെങ്കിലും ബ്രോമിൻ ആണെങ്കിലും ക്ലോറിൻ ആണെങ്കിലും ഒക്കെ 1 ആയിരിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുക? MgCl2 എന്ന് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇത് എങ്ങനെ ഇതിനെ ബാലൻസ് ചെയ്യാം എന്ന് നോക്കാം. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇത് കാണുമ്പോൾ മെഗ്നീഷ്യം ഇവിടെ LHS സൈഡിൽ മെഗ്നീഷ്യം ഓക്സിജൻ ഉള്ളത്. മെഗ്നീഷ്യം 1, 2 ഓക്സിജൻ, പിന്നെ മെഗ്നീഷ്യം ഇവിടെ Mg, ഒരു മെഗ്നീഷ്യം ഒരു ഓക്സിജനും. ഓക്കെ, ഇത് ബാലൻസ് ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ട് LHSലും RHSലും നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആക്കണം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ്, നമ്മൾ ഉപയോഗിക്കുന്ന മാസ്, ഒരു റിയാക്ഷനിൽ ഉപയോഗിക്കുന്ന മാസ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ ഭാഗമായി നമുക്കൊരു കെമിക്കൽ റിയാക്ഷനിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, രണ്ട് സൈഡിലും LHS സൈഡിലാണെങ്കിലും RHS സൈഡിലാണെങ്കിലും ഈ നമ്പർ ഓഫ് ആറ്റംസ്, ഡിഫറെൻറ്റ് എലമെൻസിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആയിരിക്കണം. ഇവിടുത്തെ പ്രശ്നം 2 ഓക്സിജൻ ഉള്ളത് ഇവിടെ 2 ഓക്സിജൻ ഇല്ല എന്നുള്ളതാണ്. RHSൽ ഒരു ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്സിജൻ്റെ എണ്ണം സെയിം ആക്കണം. അതിന് എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇപ്പോൾ നമുക്ക് ചില ആളുകൾ പെട്ടെന്ന് ഇതിപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ, MgO2 എന്ന് കൊടുത്താൽ ശരിയാവുമോ? അപ്പോൾ Mg+O2 = MgO2 ശരിയാണോ? അല്ല അല്ലേ? ശരിയല്ല. എന്താ കാരണം? മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാ MgO ആണ്. അത് MgO2 മറ്റൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ലോക്ക് ചെയ്യണം. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഇപ്പോൾ Mg, ഇവിടെ നോക്കൂ, Mg ആണെങ്കിൽ ഈ Mg നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ Mgയിൽ പിന്നെ Mg2 എന്നോ Mg3 എന്ന് എഴുതാൻ പാടില്ല. ഓക്സിജൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്സിജൻ ഒരിക്കലും O2 മാത്രമാണ് ഓക്സിജൻ. ഇവിടെ O3 എന്നോ അല്ലെങ്കിൽ വെറും O എന്നോ ഒന്നും എഴുതാൻ പാടില്ല. MgO ആണ് മെഗ്നീഷ്യം ഓക്സൈഡ്. അവിടെ MgO2 എന്നോ MgO3 എന്നോ MgO4 എന്നോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? എഴുതാൻ പാടില്ല. ഓക്കെ, ഇത് ലോക്ക് ചെയ്യണം. നമ്മൾ ആദ്യം ഇത് ലോക്ക് ചെയ്യണം. ഓരോ തന്നിരിക്കുന്ന റിയാക്റ്റൻറ്റിൻ്റെ ഓരോ റിയാക്റ്റൻറ്റിനും പ്രൊഡക്റ്റ് സൈഡിലെ ഓരോ പ്രൊഡക്റ്റും നമ്മൾ എന്ത് ചെയ്യും? ലോക്ക് ചെയ്യും. ഈ ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് അപ്രോപ്രിയേറ്റ് കോയിഫിഷ്യൻറ്റ് കൊടുക്കാൻ പറ്റും. ഒരു സ്റ്റോയിഷോമെട്രിക് കോയിഫിഷ്യൻ എന്ന് പറയാം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ആറ്റംസ് ബാലൻസ് ചെയ്യുന്നത്. സംഭവത്തിലേ ഉള്ളൂ. ഇവിടെ നോക്കൂ, നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാ ഇപ്പോൾ 2 ഓക്സിജൻ ആണല്ലോ പ്രശ്നം. ആ 2 ഓക്സിജൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞു MgO2 എന്ന് എഴുതാൻ പാടില്ല. പക്ഷേ എന്ത് ചെയ്യാം? ഇവിടെ ഓക്സിജൻ 2 എന്നുള്ള ഒരു അപ്രോപ്രിയേറ്റ് നമ്പർ കൊണ്ട് നമുക്ക് നമ്പർ കൊടുക്കാൻ പറ്റും. 2 MgO. അപ്പോൾ
ഈ സൈഡിൽ എന്തായി, ഈ സൈഡിൽ 2 ഓക്സിജനായി അല്ലേ, ഇവിടെ 2 ഓക്സിജനായി, ഇവിടെ ഓൾറെഡി 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ അത് ഓൾറെഡി ബാലൻസ്ഡ് ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം നമുക്ക്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മെഗ്നീഷ്യമാണ് അടുത്ത പ്രശ്നം. മെഗ്നീഷ്യം എന്ത് ചെയ്യണം, മെഗ്നീഷ്യം ഈ LHS സൈഡിൽ ഒരു മെഗ്നീഷ്യം, RHS 2 മെഗ്നീഷ്യം ഉണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അപ്രോപ്രിയേറ്റ് നമ്പർ കൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. അതെന്തായിരിക്കും, 2 എന്ന് കൊടുത്താൽ പോരെ, മതി. അപ്പോൾ എന്ത് ചെയ്യാം, 2mg എന്ന് കൊടുത്താൽ. അപ്പോൾ എന്തായി, നിങ്ങൾ നോക്കൂ, 2 മെഗ്നീഷ്യം 2 മെഗ്നീഷ്യം, 2 ഓക്സിജൻ, 2 × 1 2 ഓക്സിജൻ അല്ലേ. ഇങ്ങനെയാണ് ഇതിനെ ബാലൻസ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇതാണ് ബാലൻസ് ചെയ്യുന്ന വളരെ സിമ്പിളായ മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് സിങ്ക് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് ഫോംസ് സിങ്ക് സൾഫേറ്റ് പ്ലസ് ഹൈഡ്രജൻ എന്നാണ്. സിങ്കും സൾഫ്യൂരിക് ആസിഡും റിയാക്ട് ചെയ്തിട്ട് സിങ്ക് സൾഫേറ്റും ഹൈഡ്രജനും ഉണ്ടാകുന്നു. ഓക്കെ, ഓരോ കോമ്പൗണ്ടിൻ്റെയും പേര്, നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളതിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഫോമുല നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ സിങ്ക് നിങ്ങൾക്ക് അറിയാലോ, സിങ്ക് എന്ന് പറഞ്ഞാൽ ഓക്കെ Zn മെറ്റലാണ്, സിങ്ക് മെറ്റൽ പ്ലസ് H2SO4 അല്ലേ, അതെ H2SO4 ആണ് സൾഫ്യൂരിക് ആസിഡ് അല്ലേ, H2SO4 ഫോംസ് സിങ്ക് സൾഫേറ്റ്. സിങ്ക് സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ സിങ്ക് SO4നെയാണ് നമ്മൾ സിങ്ക് സൾഫേറ്റ് എന്ന് പറയുക. ഹൈഡ്രജൻ, ഹൈഡ്രജൻ എങ്ങനെ എഴുതേണ്ടത്, H എന്ന് മതിയോ, H ആണോ, H ആയിട്ടാണോ ഹൈഡ്രജൻ എക്സിസ്റ്റ് ചെയ്യുന്ന നേച്ചറിൽ? അല്ല, H2 ആണ്, H2 ഡയാറ്റോമിക് ആണ്, H2. ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ എല്ലാം ഡയാറ്റോമിക് ആണ്. ഓക്സിജൻ മാത്രം എഴുതാൻ പാടില്ല, O2 എന്നാണ് എഴുതേണ്ടത് അല്ലേ. മോളിക്യൂളായിട്ട് എഴുതുമ്പോൾ അങ്ങനെ എഴുതണം അല്ലേ. നൈട്രജൻ N2, Cl2, Br2, F2 അങ്ങനെയൊക്കെയാണ് എഴുതുക. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ കാര്യത്രേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ നമ്മൾ സിങ്ക് സൾഫേറ്റ് അല്ലേ, സിങ്ക് സൾഫേറ്റ് അല്ലേ ഇത്, സൾഫേറ്റ്. എന്ത് സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സൾഫേറ്റ്, സൾഫൈറ്റ്, നൈട്രേറ്റ്, നൈട്രൈറ്റ്, ഫോസ്ഫേറ്റ്, ഫോസ്ഫൈറ്റ്, ഇതൊക്കെ കേട്ടില്ലേ. ഇതിനൊക്കെ ഫോമുലകൾ അറിയോ, എഴുതണോ? നമുക്കൊന്ന് എഴുതി നോക്കാം, പെട്ടെന്ന് എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നൈട്രേറ്റ് ഉണ്ട്, നൈട്രൈറ്റ് ഉണ്ട്, ITE ഉണ്ട്, ATE ഉണ്ട്. NO3 മൈനസിനെയാണ് നമ്മൾ നൈട്രൈറ്റ് എന്ന് പറയുക. NO2 മൈനസിനെയാണ് നമ്മൾ നൈട്രൈറ്റ് എന്ന് പറയുക. രണ്ടിൻ്റെയും വാലൻസി 1 ആണ്, ചാർജ് -1 ആണ് രണ്ടിൻ്റെ. ഓക്കെ, പിന്നെ സൾഫേറ്റും സൾഫൈറ്റും ആണ്. സൾഫേറ്റ് അത് SO4 2- എന്ന് പറയാം. ഓക്കെ, സൾഫൈറ്റോ SO3 2- ഇതാണ് സൾഫൈറ്റ്. പിന്നെ ഫോസ്ഫേറ്റ് ഉണ്ടല്ലോ, ഫോസ്ഫേറ്റ് ഇതെന്താണ്, PO4 3-. പിന്നെ ഫോസ്ഫൈറ്റ് ഉണ്ട് ഇതിൻ്റെ കൂടെ, ഫോസ്ഫൈറ്റ് അതെന്താണ്, PO3 3-. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നൈട്രേറ്റ് ആണെങ്കിലും നൈട്രൈറ്റ് ആണെങ്കിലും ചാർജ് -1 ആണ്. സൾഫേറ്റ് ആണെങ്കിലും സൾഫൈറ്റ് ആണെങ്കിലും ചാർജ് -2 ആണ്, അതായത് വാലൻസി 2 ആണെന്ന് പറയാം. ഫോസ്ഫേറ്റ് ആണെങ്കിലും ഫോസ്ഫൈറ്റ് ആണെങ്കിലും വാലൻസി 3 ആണെന്ന് പറയാം, ചാർജ് -3 ആണ്. ഓക്കെ, ടോട്ടൽ ചാർജ് -3 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ എന്താണ്, സിങ്ക് സൾഫേറ്റ് ആണ്. നിങ്ങൾ നോക്കൂ, സിങ്ക് സൾഫേറ്റ് AT അല്ലേ, അതുകൊണ്ട് എന്ത് SO4 എന്നെടുത്തത്. ഓക്കെ, SO4 2-. അപ്പോൾ സിങ്കിൻ്റെ വാലൻസി മനസ്സിലാക്കിയിരിക്കണം, സിങ്കിൻ്റെ വാലൻസി 2 ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് സൾഫേറ്റിൽ 2 എന്ന് കൊടുക്കാം. സൾഫേറ്റിൻ്റെ വാലൻസി, സിങ്കിൻ്റെ വാലൻസി 2 ആയതുകൊണ്ട് സൾഫേറ്റിൻ്റെ താഴെ 2 എന്ന് കൊടുക്കാൻ വേണമെങ്കിൽ SO4ൻ്റെ വാലൻസി
2 ആയതുകൊണ്ട് സിങ്കിൻ്റെ താഴെ 2 നോക്കാം. അപ്പോൾ 2 2 ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ സിങ്ക് സൾഫേറ്റ് ഇത്രയും മതി. ZnSO4 എന്ന് മതി. ZnSO4 ട്വൈസ്ന്നോ ത്രൈസ്ന്നോ ഒന്നും വേണ്ട. ZnSO4 എന്ന് പറഞ്ഞാൽ സിങ്ക് സൾഫേറ്റായി. ഓക്കെ, ഇനി എങ്ങനെ ബാലൻസ് ചെയ്യണം? ഇതെങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും? നിങ്ങൾ നോക്കൂ. Zn ഇവിടെ എത്രയുണ്ട്? ഇവിടെ Zn 1, ഇവിടെ 1. ഓക്കെയാണ്. H2 അല്ലേ, H2 2, ഇവിടെ 2 അല്ലേ, 2 ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്, 2 ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. ഓക്കെ, സൾഫർ 1 ഈച്ച്. ശരി. ഓക്സിജൻ ആവട്ടെ 4 ഓക്സിജൻ, ഇവിടെ 4 ഓക്സിജൻ. ശരിയല്ലേ? അപ്പോൾ ഇത് ഓൾറെഡി ബാലൻസ്ഡ് ആണ്, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണെന്ത്, ഇതൊന്നും ചെയ്യാനില്ല. പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും കോയിഫിഷ്യൻ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇത് ഈസ് ബാലൻസ്ഡ്. സോ സിങ്ക് പ്ലസ് H2SO4 ഫോം സിങ്ക് സൾഫേറ്റ് പ്ലസ് ഹൈഡ്രജൻ. റൈറ്റ്. അടുത്ത എക്സാമ്പിൾ നോക്കൂ. Fe പ്ലസ് H2O ഗീവ്സ് Fe3O4 പ്ലസ് H2. അയേണും വാട്ടറും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് Fe3O4 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടായിട്ടുണ്ട്, പ്ലസ് ഹൈഡ്രജൻ. ഓക്കെ, ഈ Fe3O4 എന്ന് പറഞ്ഞാൽ നമ്മളിതിനൊരു അയേൺ ഓക്സൈഡ് തൽക്കാലം മനസ്സിലാക്കും. ഇതിനെ മാഗ്നറ്റൈറ്റ് എന്നൊക്കെ പറയും. ഒന്നും ഇപ്പോൾ നിങ്ങൾ അറിയണമെന്നില്ല. Fe3O4 എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ എഴുതാം, എങ്ങനെ ബാലൻസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, Fe പ്ലസ് H2O ഫോം Fe3O4 പ്ലസ് H2. ഇത് അൺബാലൻസ്ഡ് ആണ്. ഇപ്പോൾ നമ്മളിതിനെ ബാലൻസ് ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് ഇതിനെ ബാലൻസ് ചെയ്യുക എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ എണ്ണമുള്ള ആറ്റം ഏതാണെന്ന് നോക്കണം. അതെവിടെയാണ്? ഇവിടെ ഒരു അയൺ 1 ഉള്ളൂ, ഹൈഡ്രജൻ 2 ഉണ്ട്, ഇവിടെ ഓക്സിജൻ 1 ഉള്ളൂ, ഇത് 3 ഉണ്ട് അയൺ, ഇവിടെ 4 ഓക്സിജൻ, ഇവിടെ 2 ഹൈഡ്രജൻ. അപ്പോൾ ഓക്സിജൻ്റെ എണ്ണമാണ് ഏറ്റവും വലുത്. അപ്പോൾ ഓക്സിജൻ ആദ്യം നമുക്ക് ബാലൻസ് ചെയ്യാം. 4 ഓക്സിജൻ ഇവിടെ ഉണ്ട്, അപ്പോൾ 4 ഓക്സിജൻ ഇവിടെയും കൊടുക്കണം അല്ലേ. LHSൽ നമ്മൾ 4 ഓക്സിജൻ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 4 ഓക്സിജൻ കൊടുക്കണമെങ്കിൽ നമ്മൾ 4 എന്ന് കൊടുക്കണം, ഇവിടെ കൊടുക്കണ്ടേ. അപ്പോൾ 4 എന്ന് കൊടുക്കാം, 4H2. അപ്പോൾ 4 ഓക്സിജനായി. അപ്പോൾ 4 ഓക്സിജൻ സ്വാഭാവികമായിട്ടും നമുക്ക് ഹൈഡ്രജൻ്റെ കേസിൽ വ്യത്യാസം വരും. അപ്പോൾ ഹൈഡ്രജൻ എത്ര വേണ്ടി വരും? ഹൈഡ്രജൻ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇപ്പോൾ 4 × 2, 4 × 2, അപ്പോൾ 8 ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഇല്ല, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ 4 എന്ന് കൊടുത്താൽ പോരെ? യെസ്, 4H2. അപ്പോൾ ഹൈഡ്രജൻ ഓക്കെയാണ്, ഓക്സിജൻ ഓക്കെയാണ്. ഇനി അയനാണ് Fe. അയൺ എന്ത് ചെയ്താൽ മതി, എത്ര അയൺ ഉണ്ട് ഇവിടെ? LHSൽ 1 അയണേ ഉള്ളൂ, എന്നാൽ RHSൽ 3 അയൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, Fe3Fe. റൈറ്റ്. അപ്പോൾ 3Fe പ്ലസ് 4H2O ഗീവ്സ് Fe3O4 പ്ലസ് 4H2 എന്നായി. നമ്മൾ അടുത്ത എക്സാമ്പിളിലേക്ക് വരാം. സോഡിയം പ്ലസ് വാട്ടർ ഗീവ്സ് സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ. സോഡിയം പ്ലസ് വാട്ടർ. എന്താ സോഡിയം? ഓക്കെ, സോഡിയം പ്ലസ് വാട്ടർ H2O ഗീവ്സ് സോഡിയം ഹൈഡ്രോക്സൈഡ്. NaOH ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ. കണ്ടതാണ്, H2 എന്ന് എഴുതണം. ഓക്കെ, എങ്ങനെ ബാലൻസ് ചെയ്യുക? ഇതിൽ ഏറ്റവും വലിയ നമ്പർ ആർക്കുള്ളത്? ഏറ്റവും വലിയ നമ്പർ ഉള്ളത് സോഡിയത്തിനല്ല, ഹൈഡ്രജൻ 2 ഉണ്ട് ഇവിടെ. ഇവിടെ ഹൈഡ്രജൻ 3 ഉണ്ട്, ശരിയല്ല? ഈ സൈഡിൽ 2 ഇവിടെ 3 ആയി. ഓക്കെ, ടോട്ടൽ 2 + 1 3. അപ്പോൾ നമ്മൾ അപ്പോൾ 3, അപ്പോൾ ഇവിടെ 3 ആക്കണമെങ്കിൽ നമുക്കിവിടെ ഒരു ഹോൾ നമ്പറാണ് നമ്മൾ കൊടുക്കുക അല്ലേ. ഈ പിന്നെ കോയിഫിഷ്യൻ്റായിട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഹോൾ നമ്പർ മാത്രമാണ്. അപ്പോൾ ഹോൾ നമ്പർ ആവണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി, നമ്മളിവിടെ
പിന്നെ ഇതിന് നമുക്ക് 3 ആക്കാൻ പറ്റുമോ? ഈ H2 അതിനെ 3, ഇവിടുത്തെ ഹൈഡ്രജനെ 3 ആക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ പറ്റുന്ന നമ്പർ ഏതാണ്? 4 ആക്കാൻ പറ്റും. ആക്കാൻ പറ്റില്ലേ? ഇവിടെ 4 ആക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 കൊടുക്കാം. അപ്പോൾ ഇവിടെ 4 ആക്കാൻ പറ്റില്ലേ? പറ്റും. വളരെ സിമ്പിളായിട്ട് ഇവിടെ 4 ആക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ഇവിടെ 2 കൊടുത്താൽ മതി. ഇവിടെ ഓൾറെഡി 2 ഉണ്ട്. 2 ഓക്കെ. ഇവിടെ നോക്കൂ നിങ്ങൾ. ഇപ്പോൾ എന്തായെന്നറിയോ? ഇവിടെ ടോട്ടലായിട്ട് 2 ഹൈഡ്രജൻ ഇവിടെ നിന്ന് വന്നു. ഈ കോമ്പൗണ്ടിൽ 2 × 1 2 + 2 അപ്പോൾ 4 ആയി. നമുക്ക് എന്ത് ചെയ്യുന്നറിയോ? ഇവിടെ നമുക്ക് 2 എന്ന് കൊടുത്തൂടെ? അപ്പോൾ ഹൈഡ്രജൻ എന്തായി? 2 സൈഡിലും 4 ആയില്ലേ? ഇവിടെയും ഹൈഡ്രജൻ 4 ആണ്, ഇവിടെയും ഹൈഡ്രജൻ 4 ആണ്. അപ്പോൾ ഹൈഡ്രജൻ ഓക്കെയാണ്. ഇനി നമുക്ക് ഓക്സിജനിലേക്ക് വരാം. ഓക്സിജൻ്റെ അവസ്ഥ എന്താണ്? എത്ര ഓക്സിജൻ ഇവിടെ? ഒരു ഓക്സിജനേ ഉള്ളൂ. സോറി, 2 ഓക്സിജൻ ഇവിടെ. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2 × 1 2 ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ ഓൾറെഡി ബാലൻസ്ഡ് ആണ്, ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് സോഡിയം എത്ര സോഡിയം? LHSൽ 1 സോഡിയം, RHSൽ 2 സോഡിയം. അപ്പോൾ സോഡിയം നമ്മൾ ബാലൻസ് ചെയ്യണം. എങ്ങനെ ബാലൻസ് ചെയ്യും? 2Na എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ നിങ്ങൾ നോക്കൂ. ഇപ്പോൾ നമുക്ക് NaOH എന്നാണുള്ളത് അല്ലേ? NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലേ? NaOH. ഈ NaOHൽ നമുക്ക് ഇപ്പോൾ ഹൈഡ്രജൻ ഇവിടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല എന്നറിയോ? ഒരിക്കലും ഈ സ്ട്രക്ചറിനെ, ഈ കോമ്പൗണ്ടിൻ്റെ NaOH എന്നുള്ളതിന് NaOH2 എന്നോ അല്ലെങ്കിൽ Na2OH എന്നോ ഒന്നും എഴുതാൻ പറ്റില്ല. ആ കോമ്പൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ കോമ്പൗണ്ട് അതുപോലെ ഒന്നും തൊടാതെ വെക്കണം. ഓക്കെ, അപ്പോൾ NaOH ആണെങ്കിൽ NaOH തന്നെ. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് കോയിഫിഷ്യൻ്റ് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അത് ഒഴിച്ച് നിർത്തിയാൽ ബാക്കി ഇതിന് NaOH അല്ലെങ്കിൽ NaO2H എന്നോ അല്ലെങ്കിൽ Na3OH അങ്ങനെ ഒരു നമ്പർ ഇവിടെ കൊടുക്കാൻ പാടില്ല. ഒരു കോമ്പൗണ്ട് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോയിഫിഷ്യൻ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കോയിഫിഷ്യൻ്റ് ചേർത്ത് കൊടുക്കാം. എന്നതിനപ്പുറത്ത് അതിൻ്റെ ഉള്ളിൽ ആറ്റങ്ങൾ കൂട്ടാൻ നിങ്ങൾ പാടില്ല. മനസ്സിലായല്ലോ? നെക്സ്റ്റ് റിയാക്ഷൻ ബിറ്റ്വീൻ കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. ഹിയർ ദ പ്രൊഡക്റ്റ് ഈസ് മെത്തനോൾ. CH3OH എന്ന് പറഞ്ഞാൽ മെത്തനോളാണ്. മെത്തനോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. ആൽക്കഹോളാണ് ഫസ്റ്റ് അല്ലേ? ഏറ്റവും ലോവസ്റ്റ് ആൽക്കഹോളാണ് മെത്തനോൾ. നിങ്ങൾ ഓർഗാനിക്കിൽ ഇത് കുറച്ച് കൂടുതൽ പഠിക്കും. അപ്പോൾ പേര് ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ മതി. മെത്തനോൾ. കാർബൺ മോണോക്സൈഡ് നിങ്ങൾക്കറിയാലോ, CO, കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ഫോംസ് മെത്തനോൾ. ഓക്കെ, എങ്ങനെ ബാലൻസ് ചെയ്യാം? കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ടു ഫോം CH3OH. ഇവിടെ CH3OH എന്ത് ചെയ്യാൻ പറ്റുമോ? നമുക്ക് CH3OHന് നമുക്ക് CH4OH എന്ന് കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു കാർബൺ ഒരു ഹൈഡ്രജൻ കുറക്കാൻ പറ്റുമോ? CH2OH എന്ന് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അവിടെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് അപ്രോപ്രിയേറ്റ് കോയിഫിഷ്യൻ്റ് കൊടുക്കാനേ പറ്റുള്ളൂ. ഓക്കെ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ. ഓക്കെ, ഇവിടെ എന്താണ് ഏറ്റവും കൂടുതൽ ആരാണ്? ഏറ്റവും കൂടുതൽ നോക്കൂ, ഇവിടെ ആയിരിക്കും. ഇവിടെ ഹൈഡ്രജൻ എണ്ണം ഇവിടെ 3ഉം 1ഉം അല്ലേ? 3 + 1 4 ഉണ്ട്. അപ്പോൾ ഇതിനെ 4 ആക്കാൻ വലിയ വളരെ ഈസി ആയിട്ട് പറ്റും. എന്ത് ചെയ്താൽ മതി? ഇവിടെ 2 ഉള്ളൂ. 4 ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, 2H2 എന്ന് കൊടുക്കാം. ഓക്കെ, CO + 2H2 ഗീവ്സ് CH3OH. ഓക്കെ, ഇനി എന്തെങ്കിലും ബാലൻസ് ചെയ്യാൻ ബാക്കിയുണ്ടോ ഇതിൽ? ഇവിടെ കാർബൺ 1 ഓക്കെയാണ്. ഓക്സിജൻ 1 ഓക്കെയാണ്. പിന്നെ ഹൈഡ്രജൻ നേരത്തെ ബാലൻസ് ആക്കി. അപ്പോൾ CO + ഇത് മതി. ഓക്കെ, ഈ റിയാക്ഷനിൽ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പറയുകയാണ് ഞാൻ. ഈ റിയാക്ഷനിൽ പ്രഷർ നമ്മൾ 300 atm ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഇവിടെ 300 atm പ്രഷർ ഉപയോഗിക്കുന്നുണ്ട്. 300 atm പ്രഷർ ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ മതി. 300 atm പ്രഷർ ഉപയോഗിക്കുന്നുണ്ട്. ഞാനിതിൻ്റെ ഒരു സ്റ്റേറ്റ് പറയുകയാണ്. ഒരു ഫിസിക്കൽ സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ നമ്മൾ? അത് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ നോക്കാം. ഇപ്പോൾ കാർബൺ മോണോക്സൈഡ്, ഹിയർ കാർബൺ മോണോക്സൈഡ് ഈസ് ഗ്യാസ്, സംശയമില്ലല്ലോ ആർക്കും. ഹൈഡ്രജൻ അഗെയിൻ ഗ്യാസ്. CH3OH മെഥനോൾ ആൽക്കഹോൾസ് പൊതുവെ ലോവർ ആൽക്കഹോൾസ് എല്ലാം ലിക്വിഡ് സ്റ്റേറ്റിലുണ്ടാവും. ലിക്വിഡ്. ഓക്കെ, ഇത് ശരിക്കും വുഡ് സ്പിരിറ്റിൻ്റെ ഒരു പ്രിപ്പറേഷൻ. വുഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഈ മെഥനോളിനെ നമ്മൾ വുഡ് സ്പിരിറ്റ് എന്ന് പറയാം. അതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് കൂടിയാണിത്. CH3OH. ഓക്കെ, ഇവിടെ ലിക്വിഡ്. അപ്പോൾ ഈ ഫിസിക്കൽ സ്റ്റേറ്റ് എഴുതണമെങ്കിൽ നമുക്ക് കെമിസ്ട്രിയിലുള്ള
കോമ്പൗണ്ടുകളെ കുറിച്ചുള്ള നല്ല ധാരണ വേണം. മെഥനോൾ എന്ന് പറഞ്ഞാൽ ലിക്വിഡാണ്, എഥനോൾ ഡ്രിങ്കിങ് ആൽക്കഹോളാണ് എഥനോൾ, അത് ലിക്വിഡാണ് എന്നൊക്കെയുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഫിസിക്കൽ സ്റ്റേറ്റ് എഴുതാൻ നമുക്ക് പറ്റുള്ളൂ. അത് കുറച്ചുകൂടി നിങ്ങൾ ഈ 10ാം ക്ലാസ് 10th സ്റ്റാൻഡേർഡ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ നല്ലൊരു ധാരണ ഓരോ കോമ്പൗണ്ടിനെ കുറിച്ചും അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഒരു നല്ല പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പ്രയാസമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു എങ്ങനെ കിട്ടിയെന്ന് പ്രയാസം ഉണ്ടെങ്കിലും അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് ബാലൻസ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇക്വേഷനാണ്. സത്യത്തിൽ നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നത് തന്നെ ഈ ഇക്വേഷൻ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട്, ഈ ഒരു കെമിക്കൽ പ്രോസസ്സ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏതാണ് ഈ കെമിക്കൽ പ്രോസസ്സ് എന്ന്? പറയൂ, ഏത് കെമിക്കൽ പ്രോസസ്സാണിത്? എല്ലാവർക്കും അറിയുണ്ടാവും. യെസ്, പറയൂ, എന്താണ് ഇതിന് പറയുക? യെസ്, ഫോട്ടോസിന്തസിസ്. യെസ്, ഫോട്ടോസിന്തസിസ് ആണ് ആക്ച്വലി ഇത്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും റിയാക്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാവും. ഗ്ലൂക്കോസ് C6H12O6 കണ്ടില്ലേ, ഇത് ഗ്ലൂക്കോസാണ്. C6H12O6. ഓക്കെ, ഒരു കാർബോഹൈഡ്രേറ്റ് ആണെന്നൊക്കെ പറയാം. ദിസ് ഈസ് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. എനർജിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബേസിക് യൂണിറ്റാണ് ആക്ച്വലി ഗ്ലൂക്കോസ് എന്നാണ് എനർജി ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ ഓക്സിജനും. ഓക്കെ, അതായത് ഈ പ്ലാന്റുകളെല്ലാം ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത്. ഓക്കെ, ഈ റിയാക്ഷനെ എങ്ങനെ ബാലൻസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ഫോമിങ് C6H12O6 പ്ലസ് O2. എങ്ങനെ ബാലൻസ് ചെയ്യാം? ഇതിലേറ്റവും വളരെ നമ്പർ ഓഫ് ആറ്റംസ്, ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ആറ്റം ഏത് എലമെൻറ്റിൻ്റെയാണ്? ഇവിടെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഹൈഡ്രജനാണ് അല്ലേ? ഏത് സൈഡിൽ? RHSൽ ഹൈഡ്രജൻ ഉണ്ട്. ഇതാ ഹൈഡ്രജൻ്റെ 12 ഹൈഡ്രജൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഹൈഡ്രജൻ ആദ്യം ബാലൻസ് ചെയ്യാം. ഓക്കെ, ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ എത്ര ഹൈഡ്രജൻ വേണ്ടി വരും? ഇവിടെ ഓൾറെഡി നോക്കാം, ഇവിടെ 2 ഹൈഡ്രജനുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, അതിനെ 12 ആക്കാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 6 കൊടുക്കണം അല്ലേ? 6H2O എന്ന് കൊടുക്കണം. കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് കാർബൺ ബാലൻസ് ചെയ്യാം. എത്ര കാർബൺ ഉണ്ട് ഇവിടെ? ഒരു കാർബണുള്ളൂ. റൈറ്റ് ഹാൻഡ് സൈഡിൽ 6 കാർബൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കാർബൺസ് ബാലൻസ് ചെയ്യാൻ പറ്റും. കാർബൺ നമുക്ക് 6CO2 എന്ന് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ കാർബൺ രണ്ട് സൈഡിലും സെയിം ആയി. ഇനി പ്രശ്നം ഓക്സിജനാണ്. ഓക്സിജൻ എത്ര എണ്ണം എന്ന് എണ്ണി നോക്കാം. ഇവിടെ 6 × 2 12 ഓക്സിജൻസ്. ഇവിടെ ആണെങ്കിലോ 6 × 1 അപ്പോൾ 6. അപ്പോൾ 12 + 6 18 ഓക്സിജൻ ഉണ്ട് ഇവിടെ ആണെങ്കിലോ ഇവിടെ 6 + 2 ആയിട്ടുള്ളൂ, 8 ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ സൈഡിൽ ഒരു അപ്രോപ്രിയേറ്റ് കോയിഫിഷ്യൻ്റ് കൊണ്ട് നമുക്കിതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. ഇവിടെ O2, ഇപ്പോൾ ഇവിടെ 6 അല്ലേ ഉള്ളത്, അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഇവിടെ 12 ആക്കിയാൽ മതി. അപ്പോൾ ഈ 2 ഉണ്ട് ഇവിടെ, ഇതിന് 12 ആക്കാൻ എന്ത് ചെയ്താൽ മതി അല്ലേ? ഇവിടെ 6 കൊടുത്താൽ മതി. 6O2 ടോട്ടൽ എത്രയായി? 6 + 12 18 എന്നായി. ശരിയല്ലേ? ഇങ്ങനെയാണ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ റിയാക്ഷനിൽ ഞാൻ 1-2 കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ പറയാം. ഈ റിയാക്ഷനിൽ പിന്നെ നിർബന്ധമായും സൺലൈറ്റ് ഇതിൽ വേണം. സൺലൈറ്റ്, അതോടൊപ്പം ക്ലോറോഫിൽ വേണം. സൺലൈറ്റും ക്ലോറോഫിലുണ്ട്. ഇവിടെ സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് എന്ത് ചെയ്യുന്നു, സൺലൈറ്റ് ഇതിൽ വരുന്നുണ്ട്. നമ്മൾ സാധാരണ സൺലൈറ്റിന് എഴുതുമ്പോൾ ചില സമയത്ത് നമ്മൾ കെമിസ്ട്രിയിൽ Hν എന്ന് എഴുതിയാൽ മതി. സൺലൈറ്റിന് പകരം Hν. ഇത് ന്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് ലെറ്ററാണ് ന്യൂ. നിങ്ങൾക്കറിയാം ആൽഫ ബീറ്റ ഗാമ പോലത്തെ ഒരു ന്യൂ എന്ന് പറയും, ന്യൂ, Hν. ഓക്കെ, ക്ലോറോഫിൽ പിന്നെ പ്ലാന്റിനകത്തുണ്ടല്ലോ. ഇത് രണ്ടിൻ്റെയും പ്രസൻസിലാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇതാണ് ഫോട്ടോസിന്തസിൻ്റെ കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞൊരു അഡീഷണൽ ഇൻഫർമേഷൻ ഇത്രയേ ഉള്ളൂ. സൺലൈറ്റിന് പകരം നമുക്ക് Hν എന്ന് എഴുതി കൊടുക്കാം. Hν എന്ന് പറഞ്ഞാൽ
ഒരു എനർജിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ലൈറ്റ് എനർജിയെ സൂചിപ്പിക്കാൻ നമ്മൾ HNU എന്ന് പറയാം. ഹീറ്റ് ആണെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ട്രയാങ്കിൾ ഓക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു പിന്നെ ആരോ മാർക്കിൻ്റെ താഴെയോ മുകളിലോ ഒരു ട്രയാങ്കിൾ കണ്ടാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അതെന്താണ്, അത് ഹീറ്റ് അവിടെ കൊടുക്കുന്നുണ്ടെന്ന് അതിൻ്റെ മീനിങ്. ഓക്കെ, HNU ആണെങ്കിലോ അവിടെ ലൈറ്റാണ്, ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയും നമ്മൾ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, അടുത്തൊരു പ്യൂർ ഓർഗാനിക് റിയാക്ഷനാണ്. CH4 പ്ലസ് ഓക്സിജൻ ഗീവ്സ് CO2 പ്ലസ് H2O. CH4 മീഥെയിൻ ആണ്, മീഥെയിൻ ഒരു ഹൈഡ്രോ കാർബണാണ്. ഹൈഡ്രജനും കാർബണും മാത്രമുള്ള ഓർഗാനിക് കോമ്പൗണ്ടിൽ വിളിക്കുന്ന പേര് ഹൈഡ്രോ കാർബൺ എന്നാണ്, നിങ്ങൾ പഠിക്കും. അപ്പോൾ അതിലേറ്റവും ഒരു കാർബൺ മാത്രമുള്ള ഹൈഡ്രോ കാർബണിൻ്റെ പേരാണ് CH4 മീഥെയിൻ എന്നാണ് പറയുക. മീഥെയിൻ ഓക്സിജനുമായുള്ള റിയാക്ഷൻ നമ്മൾ കമ്പസ്റ്റൻ എന്നാണ് പറയുക. ഹൈഡ്രോ കാർബൺസിൻ്റെ കമ്പസ്റ്റൻ റിയാക്ഷനാണ്, കമ്പസ്റ്റൻ. ഓക്കെ, കമ്പസ്റ്റൻ റിയാക്ഷൻ ഇവിടെ മീഥെയിൻ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് H2O. ഈ റിയാക്ഷൻ എങ്ങനെ ബാലൻസ് ചെയ്യാം? CH4 പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് H2O. ഓക്കെ, അപ്പോൾ ആദ്യം ഏറ്റവും കൂടുതൽ ആറ്റമുള്ള എലമെൻ്റ് ഏതാണ്? ഇവിടെ ഹൈഡ്രജൻ ഇവിടെ 4 ഉണ്ട്, ഓക്സിജൻ ഇവിടെ 2 ആണ്, ഇവിടെ ഓക്സിജൻ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട് ഓക്സിജൻ, ഹൈഡ്രജൻ ഇവിടെ 2. നമുക്ക് ഹൈഡ്രജനിലേക്ക് വരാം. അപ്പോൾ ഹൈഡ്രജൻ ഇവിടെ ഹൈഡ്രജന് നമുക്ക് ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്, 2 ഹൈഡ്രജൻ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ 2 കൊടുത്ത് നോക്കാം. ഓക്കെ, 2H2O. അപ്പോൾ 4 ഹൈഡ്രജൻ എണ്ണം സെയിം ആയല്ലോ. ഓക്കെ, അടുത്ത് നമുക്ക് ഓക്സിജനിലേക്ക് വരാം. ഓക്സിജൻ ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? ഓക്സിജൻ്റെ എണ്ണം ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ 2 × 1 2 ഓക്സിജൻ പ്ലസ് 2 4 ഓക്സിജൻ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി? 2 എന്നിവിടെ കൊടുത്താൽ മതി, ശരിയല്ലേ? 2. ഓക്കെ, ഇനി കാർബണിൻ്റെ അവസ്ഥ എന്താണ്? ഒരു കാർബൺ ഇവിടെ ഒരു കാർബൺ, ശരിയല്ലേ? ഓക്കെ, ശരിയായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് കമ്പഷൻ ഓഫ് മീഥേൻ. ഇവിടെ ഞാനൊരു അഡീഷണൽ ഇൻഫർമേഷൻ പറയാൻ പോവാണ്. ഇത് കുറച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർ, അതേപോലെ കോമ്പറ്റീവ് എക്സാമിനൊക്കെ പഠിക്കുന്ന ആളുകളൊക്കെ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷനെ കുറിച്ച് ഞാൻ പറയാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് മീഥെയിനാണ്, CH4 എന്നുള്ളത്. ഇതേപോലെ ഇത് ശരിക്കും ഹൈഡ്രോ കാർബണിലെ ആൽക്കെയിൻ എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ഒരു ആൽക്കെയിൻ എന്ന് പറയുന്നൊരു കാറ്റഗറിയാണ് ആക്ച്വലി ഇത്. അത് ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറയാം, CnH2n+2 ആണ് ആൽക്കെയിൻ്റെ ജനറൽ ഫോർമുല. എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ എന്താകും? ഈ n=1 ആണെങ്കിൽ 2n+2 എത്രയായിരിക്കും? 2 × 1+2 4 ആയിരിക്കും, CH4. C2 ആണെങ്കിലോ H എത്രയായിരിക്കും? അവിടെ n=2 ആണ്, അപ്പോൾ H 6 ആയിരിക്കും. C3 ആണെങ്കിൽ H 8 ആയിരിക്കും, ശരിയല്ലേ? ഇങ്ങനെ പോകും. ഇങ്ങനെയുള്ള ഈ ഒരു കാറ്റഗറിയെ വിളിക്കുന്ന പേര് ആൽക്കെയിൻസ് എന്നാണ്. ആൽക്കെയിൻ. ഈ ആൽക്കെയിനിൻ്റെ ഓക്സിജനുമായുള്ള കമ്പസ്റ്റൻ റിയാക്ഷൻ ഓക്സിജനുമായുള്ള റിയാക്ഷനാണ്. അപ്പോൾ കമ്പസ്റ്റൻ ഓഫ് ആൽക്കെയിൻ നടക്കുകയാണെങ്കിൽ അത് ഫോളോ ചെയ്യുന്നൊരു ജനറൽ ഇക്വേഷൻ ഉണ്ട്, ഞാനത് പറയാം. അപ്പോൾ നമുക്കിവിടെ CH4 മീഥെയിൻ എന്ന് പറയും, ഇതിനെ മീഥെയിൻ എന്ന് പറയാം കേട്ടോ. ഇതിനെ CH4നെ മീഥെയിൻ എന്ന് പറയും. C2H6നെ ഈഥെയിൻ അല്ലെങ്കിൽ എഥെയിൻ എന്ന് പറയും, ഈഥെയിൻ. C3H8നെ പ്രൊപ്പെയിൻ എന്ന് വിളിക്കും. C4 ആകുമ്പോൾ C4H10 ഉണ്ടാകും, അതിനെ നമുക്ക് ബ്യൂട്ടെയിൻ എന്നൊക്കെ വിളിക്കാം. നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി ഇതെല്ലാം പഠിക്കും, ഓക്കെ, നോ പ്രോബ്ലം. ഞാനിവിടെ പറയുന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആൽക്കെയിൻ,
ഈ ആൽക്കൈൻ്റെ കമ്പസ്റ്റൻ റിയാക്ഷൻ ഫോളോ ചെയ്യുന്നത് ഒരു ഇക്വേഷൻ ഇതാണ്. ഇപ്പോൾ CXHY ആണെങ്കിൽ ഇത് ഓക്സിജനുമായി റിയാക്ട് ചെയ്യണം അല്ലേ. ആ ഓക്സിജൻ X + Y/4 O2 gives XCO2 plus Y/2 H2O. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഇത് ഫോളോ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എന്താണ് എക്സ്, എന്താണ് വൈ? എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റമാണ്. അപ്പോൾ നമ്മളെ കേസിൽ CH4 ആണെങ്കിൽ ഇവിടെ എക്സ് എന്തായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു 1 ആണ്. വൈ എന്താണ്? നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റമാണ്. അത് എത്രയാണ്? 4 ആണ്. അപ്പോൾ എക്സ് പ്ലസ് Y/4 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും ഉണ്ടാവുക? എക്സ് പ്ലസ് Y/4 എന്ന് പറഞ്ഞാൽ 1 + 4/4 എത്ര ആയിരിക്കും? 1 + 1 2 എന്നായിരിക്കും. ഓക്കെ, ഇനി XCO2 എന്നാണല്ലോ. അപ്പോൾ എക്സ് എത്രയാണ്? 1CO2 ശരി, പ്ലസ് Y/2 4/2 എന്നല്ലേ, ഈസ് ഈക്വൽ ടു 2 ശരിയല്ലേ? നമ്മൾ പറഞ്ഞത് ശരിയാണല്ലോ അല്ലേ? അപ്പോൾ CH4 അല്ലേ, ഓക്സിജൻ്റെ കോയിഫിഷ്യൻ എത്ര ആയിരിക്കും? ഓക്സിജൻ ബാലൻസ് ചെയ്യാൻ നമുക്ക് 2 മതി. 2 ഈ 2 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് 2 ആണ്, ഈ 2 ആണ് ഈ 2. പിന്നെ ഇവിടെ 1 കാർബൺ ഡൈ ഓക്സൈഡ് മതി അല്ലേ? 1 കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളൂ, ശരിയാണ്. Y/2 4/2 2 അതാണ് 2. ഇങ്ങനെ ഒരു ഫോർമുല നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഇത് പഠിച്ചു വെക്കാം. ഇത് കുറച്ചുകൂടെ നമുക്ക് ആവശ്യമുണ്ടാകും, ഓർഗാനിക് കെമിസ്ട്രി വരുമ്പോൾ ഇത് ആവശ്യമുണ്ടാകും. ഓക്കെ, ആൽക്കെയിൻ, ഞാൻ പറഞ്ഞല്ലോ ആൽക്കെയിൻ്റെ കമ്പസ്റ്റനിലാണ് ഈ ഒരു ഫോർമുല ഉപയോഗിക്കേണ്ടത്. നിർബന്ധമായും ഓക്സിജനുമായിട്ടാണ് റിയാക്ഷൻ എന്ന് മനസ്സിലാക്കാം. നിർബന്ധമായും പ്രൊഡക്റ്റുകൾ ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡും മറ്റൊന്ന് H2Oയും ആയിരിക്കും. അത് നിർബന്ധമാണ്. ഓക്കെ, അത് മാറില്ല. ഓക്കെ, അത് ഹൈഡ്രോ കാർബൺ ആൽക്കെയിൻ ആണെങ്കിൽ അത് ഓക്സിജനുമായി റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ H2Oയും ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കണം. ക്ലിയർ? കോമ്പറ്റേറ്റീവ് എക്സാമിൽ ചോദിക്കുന്ന ഒരു മോഡലാണ് ആക്ച്വലി ഇത്. ഇവിടെ കോയിഫിഷ്യൻ്റ് കൊടുത്തിട്ടുണ്ട് ABCD. എന്നൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻ ABCD. എയും ബിയും സിയും ഡിയും ഫൈൻഡ് ഔട്ട് ചെയ്യുക. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലേ ഒരു ആൽക്കെയിൻ തന്നെയാണിത്. CnH2n CnH2n + 2 ഓർഡർ തന്നെ ഫോളോ ചെയ്യുന്നതാണ് C2H6. ഇതിനെ ഈതൈൻ എന്നാണ് പറയുക. നമ്മൾ നേരത്തെ മീതൈനാണ് കണ്ടത്, ഇത് ഈതൈനാണ്. 2 കാർബൺ ഉണ്ടാകുമ്പോൾ ഈതൈൻ എന്ന് പറയാം. ഓക്കെ, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നേരത്തെ ഇക്വേഷൻ നമുക്ക് അറിയാമല്ലോ. ഇക്വേഷൻ എന്താണ്? CXHY + X + Y/4 O2 gives XCO2 + Y/2 H2O. അപ്പോൾ ഇതിൽ ആരാണ് എ എന്ന് പറഞ്ഞാൽ? ആരാ എ എന്ന് പറഞ്ഞാൽ? ഇതാണ് എ. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് C2H6ൽ എത്ര C2H6 ഉണ്ടെന്നാണ്. C2H6 ഇതിൻ്റെ ജനറൽ ഫോർമുല CXHY എന്ന് എഴുതിയാണ്. അത് എത്ര എണ്ണം ഉണ്ട്? എ എണ്ണം. ഇനിയോ ആരാണ് ബി? ബി എന്ന് പറഞ്ഞാൽ ഇതാണ് ബി. ആരാണ് ബി? X + Y/4 ആണ് ബി. ആരാണ് സി? സി എന്ന് പറഞ്ഞാൽ CO2ൻ്റെ എണ്ണമാണ്. സി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സ് ആണ്. സംശയമില്ല, സി എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ആരാണ് ഡി എന്ന് പറഞ്ഞാൽ? ആരാണ് ഡി? ഡി എന്ന് പറഞ്ഞാൽ ഇതാ Y/2 ആണ് ഇവിടുത്തെ ഡി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് എഴുതി നോക്കാം. ഇവിടെ എക്സ് എത്രയാണ്? എക്സ്
x is equal to 2, y is equal to 6. ഓക്കെ, അപ്പോൾ എഴുതി വെക്കാം C2H6 പ്ലസ് എക്സ് പ്ലസ് വൈ ബൈ 4 എന്ന് എത്ര ആയിരിക്കും? 2 പ്ലസ് 6/4 അത്രയും ഓക്സിജൻ ഫോം XCO2. എക്സ് എത്രയാണ്? 2CO2 പ്ലസ് y ബൈ 2 6/2 H2O. ശരിയല്ലേ? അപ്പോൾ C2H6 പ്ലസ് ഇതെത്രയായിരിക്കും? നമുക്കിവിടെ അല്ലേ 6 എന്ന് നമുക്ക് ഇതെത്ര 3/2 നോക്കിക്കൂടെ? അപ്പോൾ 2 4 പ്ലസ് 3/2 എന്ന് കൊടുത്തൂടെ? അത്രയും ഓക്സിജൻ ഫോം 2CO2 പ്ലസ് 6/2 ഈസ് ഈക്വൽ ടു 3H2O. ഇതെത്രയായിരിക്കും? 7/2 എന്നായിരിക്കും അല്ലേ? യെസ്, ഇതെത്രയായിരിക്കും? 7/2 ആണ് ഓക്സിജൻ. ഞാനത് മായ്ച്ചിട്ട് 7/2 എന്ന് കൊടുക്കാം. 7/2. അപ്പോൾ 7/2 ഇപ്പോൾ നിങ്ങൾ നോക്കൂ, 1 C2H6 ഇത് 1 ആണ് അല്ലേ? 1 കൊടുക്കണമെന്നില്ല, 1 ആണ് ആക്ച്വലി. അത് 1 C2H6 പ്ലസ് 7/2 O2 ഗീവ്സ് 2CO2 പ്ലസ് 3H2O. നമ്മൾ ഏതൊരു ഇക്വേഷനും എഴുതുമ്പോഴും നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഹോൾ നമ്പർ കൊണ്ടാണ്. എല്ലാം ഹോൾ നമ്പർ ആയിരിക്കണം, ഈ കോയിഫിഷ്യൻ്റ് എല്ലാം ഹോൾ നമ്പർ ആയിരിക്കണം. പക്ഷേ ഇവിടെ പ്രശ്നം 7/2 എന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കംപ്ലീറ്റ് എന്ത് ചെയ്യാം? നമ്മൾ ഹോൾ നമ്പർ ആക്കാൻ കംപ്ലീറ്റ് ഈ ഇക്വേഷൻ കംപ്ലീറ്റ് ഓരോ കോയിഫിഷ്യൻറ്റിനെയും ഓരോ കോമ്പൗണ്ടിൻ്റെയും കോയിഫിഷ്യൻറ്റിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ 2 എന്ത് ചെയ്യും? ഇവിടുന്ന് ഒഴിവായി കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹോൾ multiplied the whole compound, whole stoichiometric coefficient are multiplied by 2. അപ്പോൾ എന്താ കിട്ടുക? നമുക്ക് ഇങ്ങനെ കിട്ടും 2C2H6 പ്ലസ് 7O2 gives 2. ഇവിടെ 2 × 2 ആവും. അപ്പോൾ എന്താവും? 4CO2 പ്ലസ് 2 × 3 എത്രയാണ്? 6H2O എന്നാവും. അപ്പോൾ എ എന്താണ്? 2 ആണ്. ബി എന്താണ്? 7 ആണ്. സി എന്താണ്? 4 ആണ്. ഡി 6 ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഇത്? ഓക്കെ, എന്താ കിട്ടിയത്? 2C2H6 പ്ലസ് 7O2 ഗീവ്സ് 4CO2 പ്ലസ് 6H2O. നമ്മൾ മനസ്സിലാക്കേണ്ട പോയിൻ്റ്, ഇപ്പോൾ നേരത്തെ നമ്മൾ CH4 ആണ് എഴുതിയത്, ഇവിടെ C2H6 ആണ് എഴുതിയത്. ശരി, രണ്ടും കമ്പഷൻ തന്നെ ആയിരുന്നു. CH4ൽ ഓഡ് നമ്പറാണ് കാർബൺ, ഇവിടെ ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആകുമ്പോൾ എപ്പോഴും ഫൈനൽ ഇക്വേഷനിൽ 2 എന്നുണ്ടാകും. 2 ആയിരിക്കും ഫൈനൽ ഇക്വേഷനിൽ. അത് ഒരു ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഓഡ് നമ്പറിൽ നേരത്തെ നിങ്ങൾ കണ്ടല്ലോ, ഓഡ് നമ്പറിൽ കാർബണിൻ്റെ എണ്ണം CH4 എന്നുള്ളത് എന്തല്ല, ആ ആൽക്കൈൻ മീഥൈൻ്റെ എണ്ണം 1 തന്നെയായിരുന്നു. മീഥൈൻ തന്നെയായിരുന്നു. ഇവിടെയാണെങ്കിലോ C2H6 എന്നുള്ളത് ഈവൻ നമ്പർ കാർബൺ ആയതുകൊണ്ട്, ഇവിടെ ഈവൻ നമ്പറാണ് കാർബൺ എന്നുള്ളത് കൊണ്ട് എപ്പോഴും അതിൻ്റെ കോയിഫിഷ്യൻ്റ്, ഫൈനൽ ഇക്വേഷൻ്റെ കോയിഫിഷ്യൻ്റ് 2 എന്നുണ്ടായിരിക്കും. ഓക്കെ, അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാനാണ്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളിലേക്ക് തൽക്കാലം ഇത് ലീവ് ചെയ്യൂ, നമുക്കിത് ആവശ്യമില്ല. അല്ല, നിങ്ങൾക്ക് ഇത് മനസ്സിലായി കുറച്ചുകൂടെ കോമ്പറ്റീവ് എക്സാമിനൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഇക്വേഷൻ പഠിക്കാൻ വേണം. ഓക്കെ, നിങ്ങൾ 1-2 പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇത് മനസ്സിലാവും. റൈറ്റ്, അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ ഇക്വേഷൻ എഴുതുകയും അത് ബാലൻസ് ചെയ്യുകയും വേണം. സൊല്യൂഷൻസ് ഓഫ് ബേരിയം ക്ലോറൈഡ് ആൻഡ് സോഡിയം സൾഫേറ്റ് ഇൻ വാട്ടർ റിയാക്ട്
to give insoluble barium sulfate and the solution of sodium chloride. ഇതെങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക? ഓക്കെ, അവിടെ സംഭവം എന്ന് വെച്ചാൽ ബേരിയം ക്ലോറൈഡും സോഡിയം സൾഫേറ്റും വാട്ടറിലാണ് എടുത്തുള്ളത്, വാട്ടറിൽ. അതുകൊണ്ട് സ്റ്റേറ്റ് നമുക്ക് എഴുതാൻ പ്രയാസം ഉണ്ടാവുമോ? എന്താണ് സ്റ്റേറ്റ്? എന്ത് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക? വാട്ടറിലാണ് എടുത്തതെങ്കിൽ അത് അക്വസ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക അല്ലേ? ബേരിയം ക്ലോറൈഡും സോഡിയം സൾഫേറ്റ് രണ്ടും സോളിഡാണ് ആക്ച്വലി. അത് വാട്ടറിലേക്ക് വന്നാൽ അതെന്താവും? അക്വസ്. അത് രണ്ടും ഡിസോൾവ് ചെയ്തിട്ട് അതിനെ അക്വസ് സ്റ്റേറ്റിലെന്ന് പറയാൻ പറ്റും. എങ്ങനെ ബേരിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്? ബേരിയം സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻ്റ് അല്ലേ? ബേരിയം സ്ട്രോൺഷ്യം ഒക്കെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ മെഗ്നീഷ്യത്തിൻ്റെ താഴെയാണ് കിടക്കുക, സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. അപ്പോൾ ബേരിയം എന്നുള്ളത് നമുക്ക് ബേരിയം ക്ലോറൈഡ് എന്ന് എഴുതി വെക്കാം. ബേരിയം ക്ലോറിൻ അല്ലേ? ബേരിയത്തിൻ്റെ വാലൻസി സെക്കൻഡ് ഗ്രൂപ്പ് 2 ആയിരിക്കും. അത് ക്ലോറിനെ താഴെ കൊടുക്കാം. ക്ലോറിൻ്റെ വാലൻസി 1 ആണ്. അപ്പോൾ ബേരിയത്തിന് താഴെ 1 എഴുതണമെന്നില്ല. ബേരിയം BaCl2 പ്ലസ് സോഡിയം സൾഫേറ്റ്. ഞാൻ നേരത്തെ സൾഫേറ്റ് എന്താണെന്ന് പറഞ്ഞിരുന്നു, SO4 അല്ലേ? SO4 2- ആയിരുന്നു. അപ്പോൾ സോഡിയം NaSO4 എന്നാണ് കൊടുക്കേണ്ടത്. ഇനി വേണ്ടത് സോഡിയത്തിൻ്റെ വാലൻസി 1 ആണ്. SO4 സൾഫേറ്റിൻ്റെ വാലൻസി ഞാൻ പറഞ്ഞിരുന്നു, സൾഫേറ്റിൻ്റെ വാലൻസി 2 ആണ്. അപ്പോൾ Na2SO4 എന്നുണ്ടാവും. ഓക്കെ, ഗീവ്സ് എന്തുണ്ടാവുമെന്ന് പറഞ്ഞാൽ ബേരിയം സൾഫേറ്റ്. ബേരിയം സൾഫേറ്റ് BaSO4 ആണ്. ബേരിയത്തിൻ്റെയും സൾഫേറ്റിൻ്റെയും വാലൻസി 2 ആണ്. അപ്പോൾ നമുക്ക് 2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, താഴെ ബേരിയം സൾഫേറ്റ് മതി. പിന്നെ സോഡിയം ക്ലോറൈഡ് NaCl. സോഡിയത്തിൻ്റെയും 1 ആണ്, ക്ലോറിൻ്റെ 1 ആണ്. അപ്പോൾ Na1Cl1 ഒന്നും വേണ്ട, NaCl എന്ന് മതി. നമുക്ക് തൽക്കാലം ഇതിൻ്റെ പിന്നെ സ്റ്റേറ്റ്, കെമിക്കൽ ഫിസിക്കൽ സ്റ്റേറ്റ് എഴുതി വെക്കാം. ബേരിയം ക്ലോറൈഡ് എന്നുള്ളത് പറഞ്ഞല്ലോ അക്വസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോഡിയം സൾഫേറ്റും അക്വസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്നത് ഇൻസോളിബിൾ ബേരിയം എന്നാണ്. ഇൻസോളിബിൾ ബേരിയം എന്ന് പറഞ്ഞാൽ ഡിസോൾവ് ചെയ്യാതിരിക്കുന്ന ബേരിയം സൾഫേറ്റ് എന്നാണ്. ഇൻസോളിബിൾ ബേരിയം സൾഫേറ്റ്. അപ്പോൾ അത് ഡിസോൾവ് ചെയ്തിരിക്കുന്നില്ല. അതെന്താണ്? അത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഫോം ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത് സോളിഡാണ്. ഓക്കെ, അത് ഡിസോൾവ് ചെയ്തിട്ടില്ല. പിന്നെ എന്താണ്? സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് എന്നാണ്. സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ അത് എന്തിലായിരിക്കും ഉണ്ടാവുക? നമുക്ക് അക്വസ് എന്ന് എഴുതാം. അക്വസ് സൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ അക്വസ് മീഡിയത്തിലെ സൊല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് ബാലൻസ് ചെയ്യണം. എങ്ങനെ ബാലൻസ് ചെയ്യും? ഇവിടെ സൾഫേറ്റ് നോക്കുക. സൾഫേറ്റ് ഒരു SO4 ഉണ്ട്, ഇവിടെ ഒരു SO4 ഉണ്ട്. അപ്പോൾ സൾഫേറ്റിനൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ക്ലോറിൻ നോക്കിയാൽ ഇവിടെ 2 ക്ലോറിൻ ഉണ്ട്, പക്ഷേ ഒരു ക്ലോറിൻ ഉള്ളൂ. നമുക്കിവിടെ അപ്പുറത്ത് എന്ത് ചെയ്യാം? ഒരു ക്ലോറിൻ കൊടുക്കാം. 2NaCl എന്ന് കൊടുക്കാം അല്ലേ? 2 അല്ലേ പറ്റുള്ളൂ, 2NaCl. അപ്പോൾ എത്ര ക്ലോറിനായി? ഇവിടെ 2 ക്ലോറിൻ, ഇവിടെയോ 2 ക്ലോറിൻ. ഓക്കെ, ക്ലോറിൻ കറക്റ്റാണ്. ബേരിയം ഒരു ബേരിയം. ഓക്കെ, സൾഫേറ്റ് നമ്മൾ നേരത്തെ SO4 നേരത്തെ നോക്കിയതാണ്, രണ്ടിടത്ത് ശരിയല്ലേ? പിന്നെ സോഡിയാണ്, Na2 ഉണ്ട്, ഇവിടെ 2Na. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇനിയും നിങ്ങളുടെ പ്രശ്നം, ഇപ്പോൾ ഈ Na2SO4 എന്താണ്, അങ്ങനെയാണോ എഴുതുക എന്നൊക്കെ അറിയാത്ത ആളുകളുണ്ടാവും. അവർ കുറച്ചുകൂടെ കെമിസ്ട്രി അങ്ങ് പഠിച്ചു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഇതിങ്ങനെയാണ് എഴുതുക എന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ 8th ഉം 9th ഒക്കെ ഉള്ള കെമിസ്ട്രി ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്ത അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഇൻ വാട്ടർ റിയാക്ട്സ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ ഇൻ വാട്ടർ ടു പ്രൊഡ്യൂസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആൻഡ് വാട്ടർ. നമുക്ക് എഴുതി വെക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡ്. എങ്ങനെ സോഡിയം ഹൈഡ്രോക്സൈഡ് എഴുതുക? NaOH, റൈറ്റ്, പ്ലസ് reacts with hydrochloric acid HCl, right, form എന്തുണ്ടാവണേ? സോഡിയം ക്ലോറൈഡ് പ്ലസ് വാട്ടർ. അല്ലേ, നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ച റിയാക്ഷനാണ് ആസിഡ് ബേസ് റിയാക്ഷൻ അല്ലേ? NaOH ബേസാണ്, HCl നല്ല ആസിഡാണ്, NaCl സോൾട്ടാണ് പ്ലസ് വാട്ടർ അല്ലേ? ആസിഡ് പ്ലസ് ബേസ് ഗീവ്സ് സോൾട്ട് പ്ലസ് വാട്ടർ എന്ന് പഠിച്ചില്ലേ? അതുതന്നെ. അപ്പോൾ NaOH നോക്കൂ, രണ്ടും NaOHും ഹൈഡ്രോക്ലോറിക് ആസിഡും വാട്ടറിലാന്ന് പറഞ്ഞിട്ടുണ്ട്. NaOH വാട്ടറിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അക്വസ് ആണ് എന്ന് എഴുതാം.
ഓക്കെ, HCl-നെ നമുക്ക് അക്വസ് എന്ന് കാണിക്കാം, രണ്ടും വാട്ടറിലായതുകൊണ്ടാണ്. പിന്നെ NaCl ഉണ്ടായിട്ടുള്ള NaCl എന്ത് ചെയ്യും? NaCl നന്നായി വാട്ടറിൽ ഡിസോൾവ് ചെയ്യും അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. കുറച്ച് ഉപ്പെടുത്ത്, NaCl എന്ന് പറഞ്ഞാൽ നമ്മളെ കോമൺ സോൾട്ടാണ് അല്ലേ? അപ്പോൾ അതെടുത്ത് നോക്കൂ, അത് വാട്ടറിലിട്ട് നമുക്കറിയാലോ. അതെന്ത് ചെയ്യും? അത് പിന്നെ ഡിസോൾവ് ചെയ്യും. അതെന്തായിരിക്കും? അതും അക്വസ് ആയിട്ടാണ് പറയേണ്ടത്. NaCl ശരിക്കും സോളിഡാണ് അല്ലേ? പക്ഷേ അത് വാട്ടറിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നതുകൊണ്ട് വാട്ടറിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും? ഡിസോൾവ് ആയിരിക്കും. പിന്നെ H2O എന്നുള്ളത് വാട്ടറിലുണ്ട്. വാട്ടറിൽ എന്ന് പറഞ്ഞാൽ വാട്ടർ തന്നെയാണ് H2O. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രത്യേകമായിട്ട് നമ്മൾ അക്വസ് എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ലിക്വിഡ് എന്ന് എഴുതായിരിക്കും നന്നാവുക. ഇവിടെ നോക്കൂ, ഹൈഡ്രജൻ H2-ലെ ഹൈഡ്രജനാണ് അല്ലേ? H2O-ലെ ഹൈഡ്രജൻ രണ്ടെണ്ണം ഉണ്ട്. ഇവിടെയോ 1 + 1 2. അപ്പോൾ ഹൈഡ്രജൻ ഓക്കെയാണ്. സോഡിയം 1 ക്ലോറിൻ 1. ഓക്കെ, ഇത് ഓൾറെഡി ബാലൻസ്ഡ് ആണ്, നമുക്കൊന്നും ചെയ്യാനില്ല. പ്രത്യേകിച്ച് നമ്പേഴ്സൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ബാലൻസ്ഡ്. ഓക്കെ, ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം, റൈറ്റ്? ഓക്കെ, നമുക്കിവിടെ അവസാനിപ്പിക്കാം. പലരും ബാലൻസ് ചെയ്ത് തല പുകഞ്ഞിരിക്കായിരിക്കും. ഓക്കെ, എനിവേ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരികയാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന സ്ക്രീന് ഒരു സ്ക്രീൻഷോട്ട് എടുക്കണം, അത് നിങ്ങൾ ചെയ്യണം. എന്നിട്ട് ഓരോന്ന് അസൈൻമെൻറ്റായിട്ട് നിങ്ങൾ ചെയ്ത് ഗ്രൂപ്പിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, 6 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. H2 + I2 gives HI, P4 + Cl2 gives PCl3, C3H8 + O2 gives CO2 + H2O, Cu + HNO3 gives CuNO3 twice + H2O + NO, Al aluminium + H2SO4 gives Al2SO4 thrice + H2, barium chloride + aluminium sulfate gives barium sulfate + aluminium chloride. ഇങ്ങനെ 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 6ഉം നിങ്ങൾ ബാലൻസ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ സംശയങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ളത് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ആണ്. അതിപ്പോൾ നമ്മൾ റിയാക്ഷൻ പറഞ്ഞു, റിയാക്ഷൻ എങ്ങനെ ബാലൻസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഒരുപാട് റിയാക്ഷൻ പറഞ്ഞു. ആ റിയാക്ഷനിൽ ചില റിയാക്ഷൻസൊക്കെ സെയിം കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് റിയാക്ഷൻസ് നമ്മൾ കാറ്റഗറി ചെയ്യാൻ പോവാണ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങളെല്ലാ അസൈൻമെൻറ്റുകളും ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.